അടുത്ത് നമ്മൾ നേരത്തെ പാരലോഗ്രാം ലോ പറഞ്ഞില്ലേ? ശ്രദ്ധിക്കൂ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഓക്കെ, വെക്ടർ എയും വെക്ടർ ബിയും അല്ലേ? ഇനി ഇതിന്റെ റിസൾട്ടന്റ് കാണാൻ പാരലോഗ്രാം ലോ ഉപയോഗിക്കാൻ പോവാണ്. ഇതിന് പാരലൽ അവിടെ നിന്ന് വരയ്ക്കും. ഓക്കെ, ഇതിന് പാരലൽ ഈ ടിപ്പിൽ നിന്ന് വരയ്ക്കും. പാരലോഗ്രാം ആയി. ഇനി റിസൾട്ടന്റ് എങ്ങനെ വരയ്ക്കും? ഇതാണ് അല്ലേ? ഇതാണ് റിസൾട്ടന്റ്. സംശയമൊന്നും ആർക്കും വന്നില്ല. അപ്പൊ ഇതാണ് റിസൾട്ടന്റ്, കുഴപ്പമില്ലല്ലോ. ഇനി എക്കും ബിക്കും ഇടയ്ക്കുള്ള ഈ ആംഗിൾ ആണ് തീറ്റ. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? തീറ്റ. ഈ റിസൾട്ടന്റ് ആദ്യത്തെ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ആൽഫ. ഓർത്ത് വയ്ക്കണം. ഇനി റിസൾട്ടന്റ് കാണാൻ എന്താ വഴി? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്താ വഴി? നിങ്ങൾ പഠിച്ചല്ലേ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസീറ്റ എന്നാണ്. എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസീറ്റ. ഇവിടെ ഒന്നുമില്ല, ഒരു തെങ്ങിന്റെ മണ്ടയിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിലും 2 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിലും ആക്ട് ചെയ്തു. ഇടയ്ക്കുള്ള ആംഗിൾ 60 ആണെങ്കിൽ തെങ്ങിന്റെ മണ്ടയിലുള്ള നെറ്റ് എഫക്ട് എത്രയായിരിക്കും? കാണാൻ എത്ര ന്യൂട്ടൺ വരുമെന്നറിയാൻ റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 2 × 5 × 2 × cos 60 എടുത്താൽ മതി. അപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ നെറ്റ് എഫക്റ്റ് ആയിട്ട് എത്ര ഫോഴ്സ് കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് ഏത് ലോ? പാരലോഗ്രാം ലോയിൽ വരുന്ന ഇക്വേഷൻ. ഇത് ഞാൻ നേരത്തെ വിട്ടുപോയതാണ്. അപ്പൊ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എന്താണ് 2ab പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസീറ്റ. കുഴപ്പമില്ലല്ലോ. ഇനി എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്തോന്ന്? തീറ്റ. ഇനി റിസൾട്ടന്റ് ആദ്യത്തെ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ഇനി ഇതിനകത്ത് ആൽഫ കാണാൻ പറയും. ആൽഫ കാണാൻ പറഞ്ഞാൽ ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസീറ്റ. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. എന്താണ് ആൽഫ കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസീറ്റ. ഓക്കെ ആണേ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് പറയണം. അപ്പൊ നമ്മുടെ ഇവിടെ 2 വെക്ടേഴ്സ് ഉണ്ട്. വെക്ടർ എ, ഇതാണ് വെക്ടർ ബി, ഇതാണ് വെക്ടർ ബി. ഓക്കെ, ഈ രണ്ട് എനിക്കിവിടെ എ മൈനസ് ബി കാണാം. എനിക്ക് കാണേണ്ടത് എ മൈനസ് ബി ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറ. എ മൈനസ് ബി കാണാൻ എന്ത് ചെയ്യും? എ മൈനസ് ബി കാണാൻ എന്ത് ചെയ്യും? എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതും. അപ്പൊ നെഗറ്റീവ് വെക്ടർ വേണം. അപ്പൊ എ അതുപോലെ ഉണ്ട്. സോ വെക്ടർ എ അതുപോലെ ഉണ്ട്. അടുത്ത് നെഗറ്റീവ് ബി വേണം അല്ലേ? അപ്പൊ ഇതാണ് നെഗറ്റീവ് ബി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ഇത് വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ വെക്ടർ അതേപടി വരച്ചു. വെക്ടറിന്റെ പേര് എ എന്നാണ്. അടുത്ത രണ്ടാമത്തെ വെക്ടർ ഇങ്ങനെ വരച്ചു. കണ്ടോ? ഇപ്പൊ നെഗറ്റീവ് ബി. ഇത്രയും ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പാരലൽ ഇവിടെ നിന്ന് വരയ്ക്കും. ഇതിനെ പാരലൽ ഇവിടെ നിന്നും വരയ്ക്കും. ഓക്കെ, ഇനി ദാ ഡയഗണൽ വരച്ചു. ഓക്കെ ആണോ? ഇതാണ് റിസൾട്ടന്റ്. ഓക്കെ, അപ്പോഴേ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഇരിക്കണം. ഇതാ നോക്കൂ, ഇതാണ് എ, ഇതാണ് എ, ഇതാണ് എ, വെക്ടർ എ. നമുക്ക് ഈ വെക്ടർ ബി എ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇടയ്ക്കുള്ള ഈ ആംഗിൾ എന്താണ്? തീറ്റ അല്ലേ? ഇടയ്ക്കുള്ള ആംഗിൾ നമ്മൾ ഒരു ആംഗിൾ എടുക്കുമല്ലോ. ഇനി നെഗറ്റീവ് വെക്ടർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? നെഗറ്റീവ് ബി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? താഴോട്ടല്ലേ വരയ്ക്കുക? അപ്പൊ ഇത് നെഗറ്റീവ് ബി ആണല്ലേ. ഇത് ഫുൾ ആംഗിൾ എത്രയുടെ? ഫുൾ ആംഗിൾ എത്ര? 180. ഇത് ഇത്രയും 180. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റ അല്ലേ? ഈ ആംഗിൾ എത്ര? 180 മൈനസ് തീറ്റ. അപ്പൊ വെക്ടർ എക്കും നെഗറ്റീവ് ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 180 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് അല്ലേ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? ഇത് രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് അല്ലേ ഇത്? അപ്പൊ റിസൾട്ടന്റ് എങ്ങനെ കാണും? പറയൂ. റിസൾട്ടന്റ് കാണാൻ എന്താ വഴി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്നല്ലേ പഠിപ്പിച്ച ഞാൻ. ഇവിടുത്തെ എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 180 മൈനസ് തീറ്റയാണ്. ഓക്കെ, അടുത്ത കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് മൈനസ് കോസ് തീറ്റ ആണ്. എന്താണ് കോസ് 180 മൈനസ് തീറ്റ? എന്താണ്? മൈനസ് കോസ് തീറ്റ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു മൈനസ് കോസ് തീറ്റ. അപ്പൊ ആ മൈനസ് ഇവിടെ വരും. കണ്ടോ?
അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √(a²+b² - 2ab cos θ എന്ന് കിട്ടും. ഓക്കെ, ചെറിയ ഡൗട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ആ സെക്ഷൻ ഒന്നും കൂടെ പറയാൻ പോവാണ്. ശ്രദ്ധിക്കൂ. ആദ്യം ഇത് പറയാം. ഇത് നോക്കൂ. ഹൗ മെനി വെക്ടേഴ്സ് വി ഹാവ്? 2 vectors a and b. What is angle between them? Angle between them is theta. This is a resultant. What is answer of resultant? √(a²+b² + 2ab cos of angle between them. Okay, then resultant makes an angle alpha with the first vector. What is answer of alpha? b sin theta divided by a plus b cos theta. ഇതിലൊന്നും ആർക്കും ഡൗട്ട് വന്നില്ല. ഇനി നമുക്ക് ഡൗട്ട് വന്നത് അവിടെയാണ്. നമ്മുടെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ടല്ലേ? ഏതൊക്കെയായിരുന്നു ആ വെക്ടേഴ്സ്? എയും ബിയും. ഞാൻ ആ 2 വെക്ടേഴ്സിനെ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. നേരെ നോക്കി പറയാം. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് എ മൈനസ് ബി കാണാനാണ്. എ മൈനസ് ബി കാണാനാണ്. എന്ത് ചെയ്യും? എ പ്ലസ് മൈനസ് ബി എടുക്കും. എ പ്ലസ് മൈനസ് ബി എടുക്കും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം ഞാൻ വരയ്ക്കാം. വെക്ടർ എ അതുപോലെ വരച്ചു. ഈ വെക്ടർ ബിയെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇതല്ലേ നമ്മുടെ വെക്ടർ ബി. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? തീറ്റ എന്ന് വിളിച്ചു. ആർക്കും ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ബി വേണം അല്ലേ? നെഗറ്റീവ് ബി വരയ്ക്കാൻ താഴോട്ട് വരച്ചാൽ പോരെ. അപ്പൊ ഇതാണ് നെഗറ്റീവ് ബി. ഡൗട്ട് ഇല്ലല്ലോ. ഈ ഫുൾ ആംഗിൾ 180 അല്ലേ? ഇത് തീറ്റ ആണെങ്കിൽ ഇത് എത്ര? 180 - തീറ്റ അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പറയണം, വെക്ടർ എക്കും നെഗറ്റീവ് ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 180 - തീറ്റ. അപ്പൊ ഇതിന്റെയും കൂടെ റിസൾട്ടന്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പാരലോഗ്രാം വരയ്ക്കും. വരച്ചു, എന്നിട്ട് ഡയഗണൽ വരയ്ക്കും. ഇതല്ലേ റിസൾട്ടന്റ്? ഈ റിസൾട്ടന്റ് എത്ര വരും എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറ, ചുമ്മാ പറ. പറഞ്ഞോ, a² + b² + 2ab cos ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 180 - തീറ്റ. സംശയം ഉണ്ടോ? കോസ് 180 - തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് 180 - തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോഴേ r = പറയൂ. r = പറയണം. r = പറഞ്ഞോ, a² + b² + 2ab cos എത്ര? കോസ് 180 - തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പൊ മൈനസ് ഇവിടെ വരില്ലേ? ഇവിടെ മൈനസ് വരും. അപ്പൊ നോക്കൂ, അപ്പൊ എ മൈനസ് ബിയുടെ റിസൾട്ടന്റ് എത്രയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ അടിക്ക് പറയാം. എ മൈനസ് ബിയുടെ റിസൾട്ടന്റ് എത്രയാ? √(a² + b² - 2ab cos θ. ഓക്കെ ആണേ? ഓക്കെ ആണേ? ഇനി അടുത്ത സംഭവം നോക്കാം പെട്ടെന്ന്. സ്പേസിലുള്ള ഒരു വെക്ടർ പറയൂ. സ്പേസിലുള്ള ഒരു വെക്ടറിനെ പറയണം. ശ്രീകുട്ടൻ പറയൂ. സ്പേസിലുള്ള ഒരു വെക്ടർ പറ. വെക്ടർ എ. അതിനെങ്ങനെ എഴുതും? ax i cap plus ay j cap plus az k cap എന്ന് എഴുതും. അതുപോലെ സ്പേസിലുള്ള വേറൊരു വെക്ടർ പറയാം. അബ്ദുള്ള പറയൂ. സ്പേസിലുള്ള വേറൊരു വെക്ടറാണ് ബി. വെക്ടർ ബി = bx i cap plus by j cap plus bz k cap എന്നാണ്. കുഴപ്പമൊന്നുമില്ല. 2 വെക്ടേഴ്സും സ്പേസിലുള്ള വെക്ടേഴ്സ് ആണ്. സംശയമില്ല, സ്പേസിലുള്ള 2 വെക്ടേഴ്സ് ആണ്. എനിക്ക് a.b ആൻസർ വേണം. a.b ആൻസർ വേണം. a.b ആൻസർ പെട്ടെന്ന് പറയണം. a.b ആൻസർ പറയാൻ പറഞ്ഞാൽ ഐയുടെ കൂടെ വരുന്ന നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഐയുടെ നമ്പേഴ്സ് പറ. ax അവിടെ bx പ്ലസ് അടുത്ത ജെയുടെ കൂടെ ഉള്ളത് തമ്മിൽ ഇൻറ്റു ചെയ്യണം. പറഞ്ഞോ, ay by പ്ലസ് അടുത്ത കെയുടെ കൂടെ ഉള്ളത് ഇൻറ്റു ചെയ്യണം. az bz. വല്ല പാടും തോന്നിയോ? ഇതാണ് എന്തിന്റെ ആൻസർ? a.b ആൻസർ. ഇനി എന്തിന്റെ ആൻസർ വേണം? a×b ആൻസർ വേണം. a×b ആൻസർ വേണം. പറഞ്ഞു, a×b ആൻസർ കാണാൻ നമ്മൾ ഓർമ്മയുണ്ടോ? ഇതൊക്കെ വരച്ചു വെച്ചോ, ഡിറ്റർമിനന്റ് ഒക്കെ വരച്ചത്. എന്നിട്ട് i j k എഴുതി. i j k അല്ലേ? ഇനി ax ay az ഓർമ്മയുണ്ടോ? ax ay az. അടുത്ത് അവിടെ ഉള്ളത് bx by bz. ഇനി നമ്മൾ പഠിപ്പിച്ച മോഡലിൽ തന്നെ ഞാൻ പറയാം. ഇതിന്റെ ആൻസർ ഇതാണ്. i cap into സംതിങ് മൈനസ് സംതിങ് എന്നാണ്. മൈനസ് j cap into സംതിങ് മൈനസ് സംതിങ് എന്നാണ്. പ്ലസ് k cap into സംതിങ് മൈനസ് സംതിങ് എന്നാണ്. അപ്പൊ പഠിക്കാൻ വേണ്ടി ഒരു പാടുമില്ല. i cap into സംതിങ് മൈനസ് സംതിങ്. അടുത്ത സൈൻ മൈനസ് ആയിട്ടാവും. -j into സംതിങ് മൈനസ് സംതിങ്.
പ്ലസ് അടുത്തത് കെ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ്. അപ്പൊ ഐയുടെ സൈൻ പോസിറ്റീവ്, ജെയുടെ സൈൻ മൈനസ് ഇടണം, കെയുടെ സൈൻ പോസിറ്റീവ്. അപ്പൊ ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഇടണം. ഇനി ഐ, ഇതല്ലേ ഐ വരുന്ന റോയും കോളും അങ്ങ് ഒഴിവാക്കുക, റോയും കോളും ഒഴിവാക്കി ബാക്കി വരുന്നവന്മാരെ ഇങ്ങനെ എൻഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ എൻഡ് ചെയ്തേ എ ഒയ് ബി സെഡ്, എ ഒയ് ബി സെഡ് മൈനസ്, ഇനി തിരിച്ചിൻറ്റു പോയി എ ഇസഡ് ബി ഒയ്, എ ഇസഡ് ബി ഒയ്. ഇനി അടുത്ത ജെ വരുന്ന റോയും കോളം ഒഴിവാക്കണം. നോക്കിക്കോ, ഐ ജെ കെ ആണേ, പറയും ജെ വരുന്ന റോയും കോളവും ഒഴിവാക്കി. ഇനി ബാക്കി വരുന്ന 4 നമ്പേഴ്സാണ്. ഇതിനെ ഇങ്ങനെ എൻഡ് ചെയ്യണം, പറഞ്ഞോ. എ എക്സ് ബി സെഡ്, എ എക്സ് ബി സെഡ് മൈനസ്, ഇനി തിരിച്ച് എ ഇസഡ് ബി എക്സ്, എ ഇസഡ് ബി എക്സ്. കഴിഞ്ഞു. ഇനി അടുത്ത കെ. അപ്പൊ ഞാൻ അടുത്തും കൂടെ പറയാം, നോക്കൂ. ഐ ജെ കെ എ എക്സ് എ ഒയ് എ ഇസഡ് ബി എക്സ് ബി ഒയ് ബി ഇസഡ് എന്നാണ്. കെ വരുന്ന റോയും കോളോ ഒഴിവാക്കി ബാക്കി 4 പേരുണ്ട്, അവന്മാരെ ഇൻറ്റു ചെയ്യുക ഇങ്ങനെ എ എക്സ് ബി ഒയ്, എ എക്സ് ബി ഒയ് മൈനസ് എ ഒയ് ബി എക്സ്, എ ഒയ് ബി എക്സ്. ഇതാണ് എന്തിൻ്റെ ആൻസർ? എ ക്രോസ് ബിയുടെ ആൻസർ. ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതൊന്നും കൂടെ പറയാം. ആ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ ഒരു പ്രയാസമില്ലായിരുന്നു അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഐയുടെ കൂടെ ഉള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യും, പ്ലസ് ജെയുടെ കൂടെ ഉള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യും, പ്ലസ് കെയുടെ കൂടെ ഉള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യും. അത് എളുപ്പം. പക്ഷേ എ ക്രോസ് ബി കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. പാടൊന്നുമില്ലത്. എ ക്രോസ് ബി കാണാൻ പറഞ്ഞാൽ പറയൂ, ഡിറ്റർമിനന്റ് പറയൂ. ഐ ജെ കെ. അടുത്ത എയുടെ കൂടെ ഉള്ളത് പറയൂ, എ എക്സ് എ ഒയ് എ ഇസഡ്. അടുത്ത ബി എക്സ് ബി ഒയ് ബി ഇസഡ് എന്നാണ്. ഇനി അടുത്ത ഐ ആൻസർ പറയും. ഐ എഴുതിയിട്ട് സംതിങ് മൈനസ് സംതിങ്, അടുത്ത മൈനസ് ജെ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ് പ്ലസ് കെ ഇൻറ്റു സംതിങ് മൈനസ് സംതിങ്. ഇത് ആദ്യം അങ്ങ് എഴുതി വയ്ക്കുക, ബാക്കി നമുക്ക് എഴുതാന്നുള്ളേ ഉള്ളൂ. ഐ വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 4 പേരാണ്. ക്രോസ് ചെയ്യുക. എ ഒയ് ബി ഇസഡ്, എ ഒയ് ബി ഇസഡ് മൈനസ് എ ഇസഡ് ബി ഒയ്, എ ഇസഡ് ബി ഒയ്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് ജെ വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി ഇതും 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 ഇൻറ്റു ചെയ്യുക. എ എക്സ് ബി ഇസഡ്, എ എക്സ് ബി ഇസഡ് മൈനസ് അടുത്തത് എ ഇസഡ് ബി എക്സ്, എ ഇസഡ് ബി എക്സ്. അടുത്ത് കെ, കെ വരുന്ന റോയും കോളം ഒഴിവാക്കി ബാക്കി 4 പേര്. എ എക്സ് ബി ഒയ്, എ എക്സ് ബി ഒയ് മൈനസ് എ ഒയ് ബി എക്സ്, എ ഒയ് ബി എക്സ്. എഴുതിയാൽ എന്തിൻ്റെ ആൻസറായി? എ ക്രോസ് ബിയുടെ ആൻസറായി. ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പൊ ഈ രീതിയിൽ എ ക്രോസ് ബിയും കാണും, എ ഡോട്ട് ബി കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ വെക്ടർ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊജക്ടൈലിലൂടെ ആകുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ കഴിയും. അപ്പൊ ആ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, പ്രൊജക്ടൈലിന് ഓർമ്മയുണ്ടോ? എന്താണ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ? പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയിലുണ്ടോ? നമുക്ക് തറയിൽ നിന്ന് ഒരു സാധനത്തിനെ പ്രൊജക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ്. അപ്പൊ ഈ ലെവലിൽ നിന്ന് ഒരു സാധനത്തിനെ പ്രൊജക്ട് ചെയ്തു. എത്ര വെലോസിറ്റിയില്ല? യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തു. എത്ര ആംഗിളിലാണ് പ്രൊജക്ട് ചെയ്തത്? തീറ്റ ആംഗിളിൽ. ഈ സാധനം ഇതിങ്ങനെ പോയി ഒരു പരാബോളിക് പാത്തിൽ സഞ്ചരിച്ച് അവിടെ ചെന്ന് വീഴും അല്ലേ? ആ പോയിന്റ് ചെന്ന് വീഴും. അതല്ലേ സംഭവിച്ചേ? ഇനി കഥകളെല്ലാം ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ യുവിനെ റിസോൾവ് ചെയ്യുമ്പോൾ എത്ര കമ്പോണന്റ് കിട്ടി? 2 കമ്പോണന്റ് കിട്ടി. ഇത് യു കോസീറ്റയും ഇത് യു സൈൻ തീറ്റയാണ്. ഈ സാധനം നോക്ക് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സാധനം പൊങ്ങി പോകുമ്പോഴത്തേക്ക് ആരാണ് ഇതിനെ താഴെ പിടിച്ചു വലിക്കുന്നത്? ഗ്രാവിറ്റി പിന്നെ താഴേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഏതാണ്? യു സൈൻ തീറ്റ അഫക്റ്റഡ് ആവും, ബട്ട് യു കോസീറ്റ അഫക്റ്റഡ് ആവില്ല. അപ്പൊ ഈ സാധനം അങ്ങ് ചെന്ന് വീഴുന്നത് വരെയും അതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? യു കോസീറ്റ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, നമ്മുടെ പ്രൊജക്ടൈൽ എത്ര വെലോസിറ്റിയിലാണ് പ്രൊജക്ട് ചെയ്തത്? യു വെലോസിറ്റിയിലാണ് പ്രൊജക്ട് ചെയ്തത്. എത്ര ആംഗിളിൽ? തീറ്റ ആംഗിളിൽ പ്രൊജക്ട് ചെയ്തു. അതിനെ റിസോൾവ് ചെയ്തപ്പോൾ 2 കമ്പോണന്റ് കിട്ടി, യു കോസീറ്റയും യു സൈൻ തീറ്റയും. ഇതിനകത്ത് ഈ പ്രൊജക്ടൈൽ അങ്ങനെ പോകുന്ന സമയത്ത് ആരാണ് ഇതിനെ താഴോട്ട് പിടിച്ചു വലിക്കുന്നത്? എർത്ത്.
പിടിച്ച് വലിക്കുന്ന സമയത്ത് യു കോസീറ്റ എന്ന് പറയുന്ന അതിന്റെ വെലോസിറ്റി കുറയാൻ അതിന്റെ വ്യത്യാസം വരും അല്ലേ? ഇപ്പൊ യു കോസീറ്റ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ യു കോസീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി യു സൈൻ തീറ്റ വ്യത്യാസം വരും. ഇനി യു കോസീറ്റ ഈസ് അൺഅഫക്റ്റഡ്. ഇനി അപ്പൊ യു കോസീറ്റ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. ഈ പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് അവിടെ ചെന്ന് വീഴുന്നവരെയും അതിന്റെ അത്രയും സമയത്തും അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും. അത് എത്ര തന്നെ ആയിരിക്കും? യു കോസീറ്റ. ഇനി ഇതിങ്ങനെ പോയി അപ്പർ മോസ്റ്റ് പോയിന്റിൽ ചെല്ലും. അപ്പർ മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര? ഇങ്ങോട്ടാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി യു കോസീറ്റ ആണ് അല്ലേ? അപ്പൊ യു കോസീറ്റ അപ്പോഴും ഉണ്ടാവും. ഇനി ഇതിന്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിക്കും ആക്സലേഷനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 90 ആണ്. അപ്പൊ അപ്പർ മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവും. അപ്പർ മോസ്റ്റ് പോയിന്റിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാവും? 0 ആവും. ആ സമയത്ത് അതിന് എന്ത് വെലോസിറ്റി മാത്രമേ കാണൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ കാണൂ. ആ സമയത്ത് ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്കും ആക്സലേഷനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ഓർക്കുക. ഒന്നുകൂടെ ഞാൻ ഫുള്ളും പറയാം. So we have a projectile projected with a velocity u. U can be resolved into two components, u cos theta and u sin theta. This is a vertical component, this is a horizontal component. As a projectile moves, there will be downward gravitational force, so the vertical velocity is affected, it decreases. Then at the uppermost point, the vertical velocity becomes 0. So uppermost point vertical velocity is 0, but horizontal velocity is unaffected. So throughout the motion, the horizontal velocity remains constant. So at the uppermost point, the body will have only horizontal velocity. That time the acceleration will be acceleration due to gravity, it will be downwards. So this is a velocity, this is acceleration. Angle between velocity and acceleration is 90 at the uppermost point. ഇനി ഇവിടെ നിന്ന് അവിടെ ചെന്ന് വീഴാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. എന്താ പറയാ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ആസ് എ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. പോയിന്റ് ഓഫ് പ്രൊജക്ഷന്റെ അതേ ഹൊറിസോണ്ടൽ ലെവലിൽ ചെന്ന് മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി അടുത്ത ഇത്രയും ഹൈറ്റ് വരെയല്ലേ ഇത് പൊങ്ങുന്നത്? ഈ ഹൈറ്റിനെ മാക്സിമം ഹൈറ്റ് എന്ന് പറയും. എന്താ പറയുക? മാക്സിമം ഹൈറ്റ്. അപ്പൊ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം ഹൈറ്റ് അപ് ടു വിച്ച് ദ പ്രൊജക്ടൈൽ റീച്ചസ്. ഇനി അടുത്ത് ഇവിടെ നിന്ന് അവിടെയല്ലേക്കൊന്ന് വീണത്, ഇത്രയും ദൂരത്തിനെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. എന്താ പറയുക? ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ R എന്ന് പറയും. എന്താ പറയുക? R. എന്താണ്? what is horizontal range? It is a horizontal displacement of the projectile. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻ കാണാതെ പഠിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. 2u sin theta by g. നിങ്ങൾ പഠിച്ചല്ലേ? 2u sin theta by g കാണാതെ പഠിച്ചു വയ്ക്കണം. അടുത്ത് നമ്മൾ രണ്ടാമത് ആ ഓർഡറിൽ പഠിക്കാൻ സുഖം ഇതാണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ പറയൂ. ഹൊറിസോണ്ടൽ റേഞ്ച് പറയൂ. u സ്ക്വയർ sin 2 theta divided by g എന്നാണ്. u സ്ക്വയർ sin 2 theta divided by g എന്നാണ്. ഇനി മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? u സ്ക്വയർ sin സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നാണ്. അപ്പൊ ഈ ഓർഡറിൽ പഠിക്കുന്നതായിരിക്കും സുഖം. ഫസ്റ്റിൽ ഇത് പഠിക്കണം, സെക്കൻഡ് ഇത് പഠിക്കണം, ലാസ്റ്റിൽ ഇത് പഠിക്കണം. ഇക്വേഷൻസ് എന്ന് പറയും. 2u sin theta by g, അടുത്ത് u സ്ക്വയർ sin 2 theta by g, അടുത്ത് u സ്ക്വയർ sin സ്ക്വയർ തീറ്റ by 2g. കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, R കാണാനുള്ള ഇക്വേഷൻ പറയൂ. R എന്ന് പറയുന്നത് u സ്ക്വയർ sin 2 theta ഡിവൈഡഡ് ബൈ g ആണല്ലേ? ഇതാണ്. ഇനി നിങ്ങൾ നോക്കൂ, R മാക്സിമം കിട്ടണമെങ്കിൽ ഈ സാധനം എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ sin 2 theta, സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 അല്ലേ? ഇനി അപ്പൊ ഈ 2 തീറ്റയുടെ സ്ഥലം 90 ആയിരിക്കണ്ടേ? അപ്പൊ 2 തീറ്റ 90 ആയിരിക്കണം. അപ്പോഴ് തീറ്റ എത്ര ആയിരിക്കണം? 45 ആയിരിക്കണം. അപ്പൊ മാക്സിമം ദൂരെ സാധനം പോയി വീഴണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താണ്, എറിയുന്നു, എടുത്ത് എറിയുന്നു, അല്ലെങ്കിൽ പട്ടിയെ കല്ല് ഇറക്കി എറിയുന്നു. അപ്പൊ എറിയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? ആ പട്ടി എറിഞ്ഞിടുന്നതിന് മുമ്പ് ദൂരെ കൂടെ ഒരു പട്ടി പോയാണ്. അപ്പൊ അതിനെ എറിയാൻ വേണ്ടി ആദ്യം പ്രൊട്രാക്ടർ എടുത്ത് തറയിൽ വെക്കുക, 45 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ എറിയുക. ഇങ്ങനെ എറിഞ്ഞ് കറക്റ്റ് എത്ര ഡിഗ്രിയിൽ എറിയണം? 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ നോക്കൂ, അത് മാക്സിമം ദൂരെ പോകും. നമ്മൾ എയിം ചെയ്ത പട്ടിയുടെ അപ്പുറത്തൂടെ പോയ ആളിന്റെ തലയിൽ കൊള്ളും. എന്നൊക്കെ ബാക്കി വാങ്ങിച്ചോണം. സോ ലിസൺ. അപ്പൊ നോക്കൂ, അപ്പൊ ടു ഗെറ്റ് മാക്സിമം റേഞ്ച് വാട്ട് ഷുഡ് ബി ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ? 45. അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 45 ആയിരിക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ.
അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ തീറ്റ ആംഗിളിൽ ഞാനൊരു സാധനത്തിനെ എറിയുന്നു, തീറ്റ ആംഗിളിൽ ഒരു സാധനത്തിനെ എറിയുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വീഴും, അപ്പോൾ ഒരു R വാല്യൂ കിട്ടി. ഇനി വേറെ ഏതോ ഒരു ആംഗിളിൽ കൂടെ എറിഞ്ഞാൽ അതേ R വാല്യൂ തന്നെ കിട്ടും. ഏതാ അത്? നമ്മൾ പഠിച്ചല്ലേ, 90 മൈനസ് തീറ്റ. അപ്പോൾ തീറ്റ ആംഗിളിൽ എറിഞ്ഞാലും 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും, R സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ഒരു സാധനത്തിന് 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും 90 മൈനസ് 30, അതായത് 60 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും. ഇനി അടുത്ത ഒരു സാധനത്തിന് 10 ഡിഗ്രിയിൽ എറിഞ്ഞാലും 90 മൈനസ് 10, അതായത് 80 ഡിഗ്രിയിൽ എറിഞ്ഞാലും R സെയിം ആയിരിക്കും. അപ്പോൾ ഓർമ്മയിൽ വേണം ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്ത സാധനത്തിലേക്ക് പോവാം. അടുത്തത് ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ എറിയാൻ പോവാണ്. ഒരു ഹൈറ്റിൽ നിന്ന് എറിയാൻ പോണേ, ഒരു ഹൈറ്റിൽ നിന്ന് എറിയാൻ പോകണം. അപ്പം ഇതൊരു ബിൽഡിംഗ് ആണ്. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ ഇത് ബിൽഡിംഗ് ആണ്, പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ സാധനത്തിന് എറിയാൻ പോവാണ്. ഹൊറിസോണ്ടലിയാണ് എറിയുന്നത്. അപ്പം ഇങ്ങനെയാണ് എറിയുന്നത്. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് വീഴില്ലേ, തറയിൽ വന്ന് വീഴും. അപ്പം ഈ ദൂരത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? റേഞ്ച് എന്ന് പറയാം. ഇവിടെ നിന്ന് അവിടെ ചെന്ന് വീഴാൻ എടുക്കുന്ന ടൈമിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. കുഴപ്പമില്ല. ഇനി അപ്പോൾ നമ്മൾ എറിഞ്ഞ വെലോസിറ്റി എത്രയാ? U വെലോസിറ്റിയിലാണ് ഇങ്ങോട്ട് എറിഞ്ഞത്. എത്ര വെലോസിറ്റിയില? U. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് പോകുന്ന സമയത്ത് U എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റിയിലാണ് ഇത് എറിഞ്ഞു തന്നിരിക്കട്ടെ. ഇതിനെ താഴോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് നോട്ട് അഫക്റ്റഡ്. അപ്പോൾ ത്രൂ ഔട്ട് ദ മോഷൻ ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി വിൽ ബി U. ഇത് അവിടെ നിന്ന് അങ്ങ് വരെ പോകുന്ന സമയത്തും ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്ര തന്നെ കാണും? U തന്നെ കാണും. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തെല്ലാം ഈ ഒരു പോയിന്റ് എത്താം. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ വെലോസിറ്റി അറിയണമെങ്കിൽ അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് അതിൻ്റെ വെലോസിറ്റി അല്ലേ. ഈ വെലോസിറ്റി റിസോൾവ് ചെയ്താൽ എത്ര കമ്പോണന്റ് കിട്ടൂടെ? 2 കമ്പോണന്റ് കിട്ടൂലേ. ഈ കമ്പോണന്റിൽ ഈ വെലോസിറ്റി എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും എത്ര തന്നെ? U. ഈ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയെന്ന് നിങ്ങൾക്ക് അറിയണം അല്ലേ. വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെ കാണും? V ഈക്വൽ ടു പറ. V കാണാൻ എന്താ വഴി? U പ്ലസ് AT എന്നൊരു ഇക്വേഷൻ ഉണ്ടോ? V ഈക്വൽ ടു U പ്ലസ് AT എന്നൊരു ഇക്വേഷൻ ഉണ്ടോ? അപ്പൊ V കാണാൻ ഈ വെലോസിറ്റിയാണ് കാണേണ്ടത്. അപ്പൊ ഈ വെലോസിറ്റി ഈക്വൽ ടു പറഞ്ഞോ, ഇനിഷ്യലി ഉള്ള വെർട്ടിക്കൽ വെലോസിറ്റി. ഇനിഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. 0 പ്ലസ് A എന്ന് പറയുന്നത് G ആണ്, ഇൻറ്റു T എന്നാണ്. അപ്പൊ വെലോസിറ്റിയുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടി GT എന്നാണ്. അപ്പൊ ഈ വെലോസിറ്റി എത്ര? GT എന്നാണ്. അപ്പൊ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ നമ്മുടെ ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് U എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഒരു സാധനത്തിനെ എറിഞ്ഞത് ഒരു പരാബോളിക് പാത്തിൽ സഞ്ചരിച്ച് ഇവിടെ വന്ന് വീണു. അപ്പൊ ഈ ദൂരത്തിനെ നമ്മൾ എന്താ പറയുക? റേഞ്ച് എന്നാണ് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇവിടുന്ന് അവിടെ ചെന്ന് വീഴാനെടുക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ കാര്യം, സാധനത്തിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രാവിറ്റി ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. സോ ത്രൂ ഔട്ട് ദ മോഷൻ ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി വിൽ ബി U. ഡൗട്ടില്ല. ഇനി ഞാൻ ഈ സാധനം ഇപ്പൊ ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പാത്ത് വഴി സഞ്ചരിച്ച് പോയപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ അതിന്റെ വെലോസിറ്റി എനിക്കറിയണം. ഞാൻ എന്ത് ചെയ്യും? അവിടെ ടാൻജന്റ് വരയ്ക്കും. പറഞ്ഞോ, ഇവിടെ ടാൻജന്റ് വരച്ചാൽ ഇതാണ് ഇപ്പോഴത്തെ വെലോസിറ്റി. ഈ വെലോസിറ്റി റിസോൾവ് ചെയ്ത 2 കമ്പോണന്റ് കിട്ടും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇപ്പോഴും U തന്നെ ആയിരിക്കും. ഇനി ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്ര? ഈ വെലോസിറ്റി എത്ര? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ എന്ത് ചെയ്യും? V ഈക്വൽ ടു U പ്ലസ് AT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും. വെലോസിറ്റി ഈക്വൽ ടു വെർട്ടിക്കലി ഉള്ള കാര്യങ്ങളെ പറയാവൂ. വെർട്ടിക്കലി ഉള്ള ഇനിഷ്യൽ വെലോസിറ്റി പറയണം. ഇനിഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. അപ്പൊ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്ര? 0 പ്ലസ് A എന്താണ്? G ഇൻറ്റു T. അപ്പൊ വെലോസിറ്റിയുടെ ആൻസർ എന്ത് കിട്ടി? GT എന്ന് കിട്ടി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? അപ്പൊ ഈ വെലോസിറ്റിയുടെ ആൻസർ എന്താ? GT എന്നാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ സാധനം അവിടെ ചെന്ന് വീഴും. ഇനി ഇവിടുത്തെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഈ ഹൈറ്റ്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് H ആണെന്നിരിക്കട്ടെ. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? H. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ √2h/r ആണ്. എന്താണ് ഇക്വേഷൻ? 2h/g ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? √2h/g എന്നാണ്. ഇനി റേഞ്ച് കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. റേഞ്ച് കാണുന്നതിനുള്ള ഇക്വേഷൻ U × √2h/g എന്നാണ്.
കാണാതെ പഠിക്കണം. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ പറ, √2h/g. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ പറയൂ, u × √2h/g. ഇനി മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ലേ ഇത്. സോ അപ്പോൾ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ √2h/g. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിനെ u കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തിൻ്റെ ആൻസറായി? റേഞ്ചിൻ്റെ ആൻസറായി. കുഴപ്പമുണ്ടോ? ഇനി അടുത്ത സാധനത്തിലേക്ക് പോവാം. നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റിൽ പഠിച്ച പ്രൊജക്ടൈലാണ് ഈ പ്രൊജക്ടൈലല്ല. ഫസ്റ്റ് പഠിച്ച പ്രൊജക്ടൈലാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മുടെ ആദ്യം പഠിച്ച പ്രൊജക്ടൈലില് എന്താണ്? തീറ്റ 45 ആണെങ്കിൽ, ആർ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ഞാൻ പഠിപ്പിച്ചത്? 4 times മാക്സിമം ഹൈറ്റ് ആയിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. ഓർത്ത് വയ്ക്കണം, ഇതൊരു ഇമ്പോർട്ടൻ്റ് കേസാണ്. തീറ്റ 45 ആണെങ്കിൽ ആർ മാക്സിന്റെ ആൻസർ 4 times h ആയിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞാനൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് റേഞ്ചിന്റെ ആൻസർ പറയൂ. r = u² sin 2θ / g എന്നല്ലേ? ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. ഇനി എച്ചിന്റെ ആൻസർ പറയൂ. എച്ചിന്റെ ആൻസർ u² sin² θ / 2g എന്നല്ലേ? ഇത് രണ്ടും നമുക്കറിയാം. ഇനി നിങ്ങൾ പറയണം r മാക്സിമം വരണം അല്ലേ? r മാക്സിമം വരണമെങ്കിൽ ഈ സാധനം 1 ആവണം. അത് 1 ആയി. അപ്പൊ ആൻസർ എത്ര വരും? u² g അല്ലേ? ഇനി അടുത്ത് u²g. ഇനി അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാ? 45 അല്ലേ? അപ്പൊ 2 × 45 90. അപ്പോഴല്ലേ 1 ആവും. ഇനി ഇവിടെയും തീറ്റയ്ക്ക് 45 കൊടു. അപ്പൊ എത്രയാവും? അപ്പൊ സൈൻ അപ്പൊ h = എന്ത് വരും? u² sin 45 എത്ര? sin 45 എത്ര? 1/√2 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്നാണ്. അപ്പൊ h = പറയൂ u² 1/2 എന്നാവും. ആ 2 ഇതും കൂടെ ചേരുമ്പോ 4 ആവും. g കണ്ടോ? അപ്പൊ എച്ചിന്റെ ആൻസർ കിട്ടി u²/4g എന്നാണ്. എന്തെങ്കിലും തോന്നുന്നോ? ആർ മാക്സിന്റെ ആൻസർ നോക്കൂ. ആർ മാക്സ് എന്ന് പറഞ്ഞാൽ u²/g അല്ലേ? അപ്പൊ ആർ മാക്സ് എന്ന് പറഞ്ഞാൽ u²/g ആണ്. അതിനകത്ത് സംശയമില്ല. ഒന്നുകൂടെ പറയാം. ആറ് കാണാനുള്ള ഇക്വേഷൻ ഇതല്ലേ? ഇതിൽ തീറ്റയ്ക്ക് വരും 45 ഇട്ടൂട്. തീറ്റയ്ക്ക് വരെ 45 ഇട്ടു. അപ്പൊ സൈൻ 2 × 45 90. അപ്പൊ 1. അപ്പൊ ആർ മാക്സ് കിട്ടി. ആർ മാക്സിന്റെ ആൻസർ എന്ത് കിട്ടി? u²/g എന്ന് കിട്ടി. കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി അടുത്തെന്താണ്? അടുത്ത സാധനം നമുക്ക് അവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. തീറ്റയ്ക്ക് വരെ 45 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും എന്ന് പറയൂ. h = പറഞ്ഞോ u² sin 45 എന്താണ്? 1/√2 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × g. അപ്പൊ h = പറഞ്ഞോ u² × 1/2. ആ 2 ഇവിടെ വരും. അപ്പൊ u²/4g എന്നായി. ഈ u²/g എന്ന് പറഞ്ഞാൽ എന്താണ്? u²/g എന്ന് പറഞ്ഞാൽ ആർ മാക്സ് അല്ലേ? അപ്പൊ ആർ മാക്സ് ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ? അപ്പോൾ h = എന്ത് കിട്ടി? h = ആർ മാക്സ് ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ? അപ്പൊ ക്രോസ് ചെയ്താൽ ആർ മാക്സ് = എന്ത് കിട്ടി? 4h എന്ന് കിട്ടിയോ? അതല്ലേ എഴുതിയിരിക്കുന്നത്. ആർ മാക്സ് = 4h എന്ന് കിട്ടും. ഓർത്ത് വയ്ക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം. തീറ്റ 45 ആണ്. തീറ്റ 45 ആണെങ്കിൽ റേഞ്ച് കാണാനുള്ള ഇക്വേഷനിൽ തീറ്റയ്ക്ക് വരെ 45 കിട്ടും. അപ്പൊ ഇത് കിട്ടിയോ? അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടി. ഇനി അടുത്തെന്താണ്? h കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനകത്ത് തീറ്റയ്ക്ക് വരെ 45 കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഇത് കിട്ടി. ഇതിനകത്ത് ഈ സാധനം എന്താണ്? ഇത് ആർ മാക്സ് ആണ്. അപ്പൊ h = പറ ആർ മാക്സ് ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ഇത് ക്രോസ് ചെയ്യുമ്പം എന്താ കിട്ടുക? ആർ മാക്സ് = 4h എന്ന് കിട്ടും. അപ്പൊ ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ്? തീറ്റ 45 ആണെങ്കിൽ ആർ മാക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 4 times h ഈക്വൽ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കണം. നമ്മുടെ ആദ്യത്തെ പ്രൊജക്ടൈലിന്റെ കേസാണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ അല്ല. അടുത്തത് തീറ്റ എന്ന് പറയുന്നത് tan 1
4 ആയിരിക്കുന്ന സമയത്ത് തീറ്റ എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4 ആയിരിക്കുന്ന സമയത്ത്, അതായത് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4 എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി 58 മിനിറ്റ് വരും. ഓർ അപ്രോക്സിമേറ്റ്ലി 76 ഡിഗ്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആയിരിക്കുന്ന സമയത്ത് ആർ എന്ന് പറയുന്നത് എച്ച് മാക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആർ എച്ച് മാക്സിന് ഈക്വൽ ആവുന്ന സമയത്ത് തീറ്റ എത്രയെന്ന് ആരെങ്കിലും ചോദിക്കും. സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ആർ ഈക്വൽ ടു എച്ച് മാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് തീറ്റ ഈസ് എത്ര? ഒന്നുകിൽ 75 ഡിഗ്രി 58 മിനിറ്റ് എന്ന്, അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് 4 എന്ന് ചോയ്സിൽ കാണും. സാധാരണ ഇത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. NCERT ഒരു പ്രോബ്ലം ആണ്. ഓർത്ത് വയ്ക്കുക. വെൻ ആർ ഈക്വൽ ടു എച്ച് മാക്സ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ? 75 ഡിഗ്രി 58 മിനിറ്റ് ഓർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4. ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അത് ശകലമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മിക്കവാറും ഉള്ള എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെ. അതിനകത്ത് ആ സർക്കുലാർ മോഷൻ സെക്ഷനാണ്. അതിൽ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിന്റെ സൂചിയാണെന്നിരിക്കട്ടെ. ക്ലോക്കിന്റെ സൂചി ഇവിടെ ഇരിക്കുന്നു. ഈ ക്ലോക്കിന്റെ സൂചി കറങ്ങിയിട്ട് ഇപ്പുറത്തോട്ട് വന്നു അല്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പൊ ഇത്രയും ഇത് എങ്ങനെയാണ് പോയത്? ഇങ്ങനെ ഇരുന്ന സൂചി ഇങ്ങനെ സ്വീപ്പ് ചെയ്തല്ലേ താഴോട്ട് പോയത്? സ്വീപ്പ് ചെയ്ത് താഴോട്ട് പോയി. അപ്പൊ ഒരു ആംഗിൾ കവർ ചെയ്തില്ലേ? ഈ ആംഗിളിനെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. കൊളാകൂലല്ലോ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ഏതാ? റേഡിയൻ ആണ്. ഇനി അടുത്തത് ആംഗുലാർ വെലോസിറ്റി. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ വേറൊരു പേര് പറ. ആംഗുലാർ ഫ്രീക്വൻസി. അതിന്റെ ലെറ്റർ ഒമേഗ എന്നാണ്. ആംഗുലാർ വെലോസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷൻ പറ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഇനി കൂടെ ആഡംബരത്തിലൊക്കെ വേണമെങ്കിൽ എഴുതാം. ഒമേഗ ഈക്വൽ ടു പറ ഡി തീറ്റ ബൈ ഡി ടി എന്നൊക്കെ വേണമെങ്കിലും എഴുതാം. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ആംഗുലാർ വെലോസിറ്റി. ഇനി അടുത്തത് നമ്മുടെ ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ കേട്ടിട്ടുണ്ടോ? ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷന്റെ ലെറ്റർ ആണ് ആൽഫ. അപ്പൊ ആംഗുലാർ ആക്സലറേഷൻ കാണാൻ പോകണം. ആക്സലറേഷൻ കാണാൻ നിങ്ങൾക്ക് അറിയാമോ? ആക്സലറേഷൻ കാണാൻ എന്ത് ചെയ്യും? ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം എന്നല്ലേ? ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ആകുമ്പോ ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്ന് എടുക്കണം. അപ്പൊ ആൻസർ ആൽഫ ഈക്വൽ ടു ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dw ബൈ dt. അപ്പൊ ഈ ഇക്വേഷനൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമുക്ക് റൊട്ടേഷനെ നമുക്ക് ലീനിയർ മോഷനുമായിട്ട് കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ലെറ്റർ ഏതാണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ലെറ്റർ ഏതാണ്? എക്സ് ആണ് അല്ലെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ലെറ്റർ ആണ് തീറ്റ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ തീറ്റയാണ്. ഇനി അടുത്ത് വെലോസിറ്റിയുടെ ലെറ്റർ എന്താണ്? വി ആണ്. ആംഗുലാർ വെലോസിറ്റിയുടെ ലെറ്റർ എന്താണ്? ഒമേഗ ആണ്. ഇനി ആക്സലറേഷന്റെ ലെറ്റർ എന്താണ്? ആക്സലറേഷന്റെ ലെറ്റർ എ ആണ്. ആംഗുലാർ ആക്സലറേഷന്റെ ലെറ്റർ എന്താണ്? ആംഗുലാർ ആക്സലറേഷന്റെ ലെറ്റർ ആണ് ആൽഫ. ഇനി വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ പറയൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx ബൈ dt എന്നല്ലേ നമ്മൾ പഠിച്ചത്? വെലോസിറ്റി ഈക്വൽ ടു dx ബൈ dt. അപ്പൊ ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു പറ d ബൈ dt. അതുപോലെ എഴുതി. എക്സിന് പകരം എന്താ എഴുതി? തീറ്റ. ഇനി അടുത്ത ആക്സലറേഷൻ എങ്ങനെ കാണും? dv ബൈ dt എന്ന് എഴുതും അല്ലേ? അതുപോലെ ഇവിടെ പറയണം ആൽഫ ഈക്വൽ ടു പറയും. ആൽഫ ഈക്വൽ ടു d ബൈ dt. അതുപോലെ എഴുതിയിട്ട് വിക്ക് പകരം എന്താ എഴുതും നോക്കൂ? ഒമേഗ. ഓർത്ത് വെച്ചോണം. ആൽഫ കാണാനുള്ള ഇക്വേഷൻ d ഒമേഗ ബൈ dt എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഓർത്ത് വയ്ക്കൂ. ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ എക്സ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ തീറ്റ, വെലോസിറ്റി ഇടത് വി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ, ആക്സലറേഷൻ എ, ആംഗുലാർ ആക്സലറേഷൻ ആൽഫ. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ dx ബൈ dt. അപ്പൊ ആംഗുലാർ വെലോസിറ്റി കാണാനുള്ള ലെറ്റർ ഒമേഗ ഈക്വൽ ടു d ബൈ dt ഓഫ് എക്സിന് പകരം തീറ്റ. ഇനി എ കാണാനുള്ള ഇക്വേഷൻ dv ബൈ dt. അപ്പൊ ആൽഫ കാണാനുള്ള ഇക്വേഷൻ d ബൈ dt ഓഫ് വിക്ക് പകരം ഒമേഗ. ഓക്കെ അല്ലേ? ഇനി അടുത്തത്
ഒരു ശകലേ ഉള്ളൂ കേട്ടോ. നോക്ക്, സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ mv²/r അല്ലേ. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ അല്ലേ മക്കളെ, അല്ലേ? അപ്പൊ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയാലും അത് തന്നെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ രണ്ടിലും എം ഉണ്ട് അല്ലേ, ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? v²/r അല്ലേ. അപ്പൊ ഈ ആക്സലേഷനെ സെൻട്രിപെറ്റൽ ആക്സലേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സെൻട്രിപെറ്റൽ ആക്സലേഷൻ. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ പറ, v²/r. സെൻട്രിപെറ്റൽ ആക്സലേഷൻ കാണാനുള്ള ഇക്വേഷൻ പറയൂ, v²/r. കുഴപ്പമുണ്ടോ? അപ്പൊ ഒന്നുമില്ല. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ mv²/r ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു, എം. അപ്പൊ എക്ക് പകരമുള്ള സാധനമാണ് v²/r. ദിസ് ആക്സലേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലേഷൻ. കുഴപ്പമുണ്ടോ? അങ്ങനെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? മോഷൻ ഇൻ എ പ്ലെയിൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ സ്മാർട്ടായിട്ട് ഇക്വേഷൻസ് എല്ലാം പടപട പഠിച്ചോണം. ഓക്കെ.